നമസ്കാരം. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ കാവ് തീണ്ടലിനിടെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിച്ചതിനും ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതിനുമായി 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പോലീസ് കേസെടുത്തിരിക്കുന്നത് പച്ചാളം സ്വദേശി സജിൻ ബാബുവിനെ പ്രതിയാക്കി. തീരദേശ മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം പെരുകുന്നത് പരിഭ്രാന്തി പരത്തുന്നു. ദേശീയപാതയിൽ 3 പീടിക ബൈപ്പാസ് റോഡിലെ വഴിയമ്പലം ഭാഗത്ത് കാട്ടുപന്നിക്കൂട്ടം റോഡിൽ ഇറങ്ങിയ നിലയിൽ. നിയമങ്ങൾ ലംഘിച്ച ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. ഉപയോഗയോഗ്യമായ മത്സ്യം ലേലം ചെയ്ത് 1,78,650 രൂപ ട്രഷറിയിൽ അടപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊടുങ്ങല്ലൂർ കാവ് തീണ്ടലിനിടെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിച്ചതിനും ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതിനുമായി 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അശ്വതി കാവ് തീണ്ടൽ ദിവസം തിരക്കിനിടയിൽ ചിത്രീകരിച്ച ഡോക്യുമെന്ററി ദൃശ്യങ്ങളാണ് ഭക്തനെ പോലീസ് മർദ്ദിക്കുന്നു എന്ന രീതിയിൽ തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടതെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS അറിയിച്ചു. കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തിനിടെ കോമരത്തിന്റെ വേഷം കെട്ടിയവരും പോലീസും തമ്മിലുള്ള സംഘടന രംഗം ചിത്രീകരിച്ചതിന് സംവിധായകൻ സജിൻ ബാബുവിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ദേവസ്വം മാനേജർ കെ വിനോദിന്റെ പരാതിയിലാണ് നടപടി. ചിത്രീകരണത്തിനായി ദേവസ്വം ബോർഡിന്റെ അനുമതി തേടിയെങ്കിലും ബോർഡ് നിരസിക്കുകയായിരുന്നു. ഇത് അവഗണിച്ചായിരുന്നു ചിത്രീകരണം. സംഭവം സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിൽ പ്രചരിച്ചതോടെ പ്രതിഷേധമുയർന്നു. 3 DSLR ക്യാമറകൾ ഉപയോഗിച്ച് ഒരേ സമയം സംഘടന രംഗം ചിത്രീകരിക്കുകയാണ് ചെയ്തത്. കോമരത്തിന്റെ വേഷം കെട്ടിയ ആളുകളും പോലീസ് വേഷത്തിൽ എത്തിയവരും തമ്മിലുള്ള സംഘട്ടനമാണ് ചിത്രീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ഇത് സിനിമാ ചിത്രീകരണമാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് യൂണിഫോമിലുള്ളവർ കോമരങ്ങളെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ആശയക്കുഴപ്പമുണ്ടായി. പിന്നീടാണ് സിനിമാ ചിത്രീകരണമാണെന്ന് മനസ്സിലായത്. എന്നാൽ അതിനകം തന്നെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഇതോടെ സംഭവം വിവാദമായി. പോലീസിന്റെ അതിക്രമം എന്ന് പറഞ്ഞാണ് പല വീഡിയോയും പ്രചരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുകയും അനുമതിയില്ലാതെയാണ് ചിത്രീകരണം നടത്തിയതെന്നും വ്യക്തമാവുകയും ചെയ്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തീരദേശ മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം പെരുകുന്നത് പരിഭ്രാന്തി പരത്തുന്നു. കയ്പമംഗലം 3 പീടിക, പെരിഞ്ഞനം, കൊറ്റംകുളം, പടിഞ്ഞാറ്, കാളമുറി തുടങ്ങിയ മേഖലകളിലാണ് ഈയിടെ കാട്ടുപന്നികളുടെ സാന്നിധ്യം വർദ്ധിച്ചത്. ഈ മേഖലയിൽ ഇവ വളരെ പെട്ടെന്ന് പെരുകുന്നതായാണ് സംശയം. ഇന്ന് രാവിലെ ദേശീയപാതയിൽ 3 പീടിക ബൈപ്പാസ് റോഡിലെ വഴിയമ്പലം ഭാഗത്ത് കാട്ടുപന്നിക്കൂട്ടം റോഡിലിറങ്ങിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. 6ലധികം പന്നികളെയാണ് ഇവിടെ കണ്ടത്. പലയിടത്തും കൃഷിയിടങ്ങളിൽ പന്നിക്കൂട്ടം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അപകടങ്ങൾക്കും ഇടവരുത്തുന്നുണ്ട്. നിയമങ്ങൾ ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. എറണാകുളം പള്ളിപ്പുറം ദേശത്ത് കടുവാങ്കശ്ശേരി വീട്ടിൽ സന്തോഷിന്റെ ഭാര്യ ലളിതയുടെ പാതുവ ആന്റണി ബോട്ടാണ് പിടിച്ചെടുത്തത്. 10 സെന്റിമീറ്ററിൽ താഴെയുള്ള 5750 കിലോ കിളി ഉലുവാച്ചി മത്സ്യമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 2,50,000 രൂപ പിഴ ഈടാക്കി. ഉപയോഗയോഗ്യമായ മത്സ്യം ലേലം ചെയ്ത് തുക 1,78,650 രൂപ ട്രഷറിയിൽ അടപ്പിച്ചു. NDA ചാലക്കുടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊടകരയിൽ റോഡ് ഷോ നടത്തി. കൊടകരയിലെ BJP മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് താളമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. BJP ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ, BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ തല കൺവെൻഷൻ നടന്നു. AICC ഒബ്സർവർ ജോൺ റിച്ചാർഡ് ലോഗോ ഉദ്ഘാടനം ചെയ്തു. It was difficult for us to have 1 meal, square meal a day. Our children were not in educational institutions. Industrialization was not there. Agriculture produce prices were not there. Difficulties were in galore. Who changed them? Who planned for that? It was the leaders of the Congress party.
The Congress party did it. Today, every person is having a smartphone. Every person is in a computer. Who brought them? The Rajiv Gandhi has to be remembered today. His vision it was, take anything. All our scientific experiments, the Congress party's vision had put the strong foundation for this country. കാലഹരണപ്പെട്ട കമ്മ്യൂണിസം ഈ തെരഞ്ഞെടുപ്പോടെ കണ്ടം ചെയ്യുമെന്ന ലോഗോ അഭിപ്രായപ്പെട്ടു. ES സാബു അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി OJ ജനീഷ്, VA അബ്ദുൽ കരീം, VM മൊഹീദ്ദീൻ, MP ജോബി, PD ജോസ്, KP സുനിൽകുമാർ, KN സജീവൻ, PV രമണൻ, സേവ്യർ പങ്കേത്ത്, VM ജോണി എന്നിവർ സംസാരിച്ചു. UDF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കാളമുറി നോബൽ പാലസിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. ഏതു മേഖലയിലാണ് സിസ്റ്റം എറർ അല്ലാതെ ഉള്ളത്? എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും പൊതുമരാമത്ത് മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും സാമ്പത്തിക രംഗത്താണെങ്കിലും ഒക്കെ എല്ലാം അവതാളത്തിലാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഖജനാവ് പൂച്ച പെറ്റുകിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു സർക്കാർ. അത് പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കണം, സംസ്ഥാനത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 60 വർഷത്തോളം മാറി മാറി ഭരിച്ച മുഖ്യമന്ത്രിമാരും ഭരണകർത്താക്കളും ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു. UDF മണ്ഡലം ചെയർമാൻ KV അബ്ദുൽ മജീദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TM നാസർ, KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൽ സലാം, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറിമാരായ KF ഡൊമിനിക്, PMA ജബ്ബാർ, CJ പോൾസൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ കാവ് തീണ്ടലിനിടെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിച്ചതിനും ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതിനുമായി 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പോലീസ് കേസെടുത്തിരിക്കുന്നത് പച്ചാളം സ്വദേശി സജിൻ ബാബുവിനെ പ്രതിയാക്കി. തീരദേശ മേഖലയിൽ കാട്ടുപന്നിക്കൂട്ടം പെരുകുന്നത് പരിഭ്രാന്തി പരത്തുന്നു. ദേശീയപാതയിൽ 3 പീടിക ബൈപ്പാസ് റോഡിലെ വടിയമ്പലം ഭാഗത്ത് കാട്ടുപന്നിക്കൂട്ടം റോഡിൽ ഇറങ്ങിയ നിലയിൽ. നിയമങ്ങൾ ലംഘിച്ച ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. ഉപയോഗയോഗ്യമായ മത്സ്യം ലേലം ചെയ്ത് 1,78,650 രൂപ ട്രഷറിയിൽ അടപ്പിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.